ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറിയാണ്. ഓക്കെ, അത് ഒരു രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നം ഉണ്ടാക്കുകയും അത് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുകയും ചെയ്യുക. അതാണ് ഈ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ആദ്യം നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്ന് പറയുന്നത് ഈ തിയറി ഡെവലപ്പ് ചെയ്ത് ഡേവിഡ് റിക്കാർഡോ എന്ന എക്കണോമിക്സ് ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇത് പറയുന്നത് എത്രയേ ഉള്ളൂ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് ദ ഗുഡ്സ് ഫോർ വിച്ച് ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അത് ഏത് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ ഒരു രാജ്യത്തിന് ലോവസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉള്ളത് ആ ഗുഡിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഈവൻ ഇഫ് ഡസ് നോട്ട് ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് എനി ഗുഡ്. അപ്പം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്ത കേസിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഏതെങ്കിലും രാജ്യത്തിന് പോസിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ തിയറി പറയുന്ന ഇതാണ്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയും ജപ്പാൻ്റെയും കേസാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വെച്ച് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഗെയിൻ ചെയ്യാം എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ടേബിളിൽ എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ്. ഇപ്പം ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ്സ് പെർ വർക്കർ, അതായത് വീറ്റ് ഒരു വർക്കറിനെ ഉപയോഗിച്ച് 20 യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നാൽ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ 30 യൂണിറ്റ് വീറ്റ് ഒരു വർക്കറെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, യൂണിറ്റ്സ് പെർ വർക്കർ ഇതാണ്. ജപ്പാൻ്റെത് 30 യൂണിറ്റ് ആണ്. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് യൂണിറ്റ് പെർ വർക്കർ എന്ന് വെച്ചാൽ 10 ആണ്. ഒരു വർക്കറെ ഉപയോഗിച്ച് 10 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം. ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു വർക്കറെ ഉപയോഗിച്ച് 20 കമ്പ്യൂട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ രണ്ട് ഗുഡിൻ്റെ കാര്യത്തിലും വീറ്റിൻ്റെ കാര്യത്തിലും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ജപ്പാനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു രാജ്യത്തിന് രണ്ട് ഗുഡിൻ്റെ കാര്യത്തിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് വരുമ്പോഴത്തേക്ക് സ്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ട്രേഡിൽ ഏർപ്പെടാമെന്നാണ് പറയുന്നത്. അത് അവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ജപ്പാന് രണ്ട് ഗുഡിൻ്റെ കാര്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം PPCയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടുത്തുന്നത്. അതായത് ഒരു ഗുഡ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ റിസോഴ്സും ടെക്നോളജിയും ഒരു ഗുഡ് ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയുടെ കാര്യം സ്പെസിഫിക് ആയിട്ട് നോക്കാം. ഇപ്പം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് വൺ കമ്പ്യൂട്ടർ. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ മാത്രമാണ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 2 യൂണിറ്റ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസോഴ്സുകൾ, ഇപ്പം അത് ലേബർ ആവാം, എന്തായാലും ആ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട 2 യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റിസോഴ്സുകൾ സാക്രിഫൈസ് ചെയ്താലേ ഇന്ത്യക്ക് ഒരു യൂണിറ്റ് എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20/10 ആണ്. ഓക്കെ, 20 വീറ്റും 10 കമ്പ്യൂട്ടർ യൂണിറ്റും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നേരെ തിരിച്ച് എല്ലാ റിസോഴ്സും ടെക്നോളജിയും അത് വീറ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എടുത്തെന്ന് വെച്ചോളൂ. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 വീറ്റ് എന്ന് പറയുന്നത് 10/20 ആണ്. ഓക്കെ, അപ്പോൾ 10/20 വരുമ്പോഴത്തേക്ക് 0.5 കമ്പ്യൂട്ടർ, അതായത് ഇന്ത്യക്ക് 0.5 കമ്പ്യൂട്ടർ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വേണ്ടുന്ന ഏതിനാണ്, വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 0.5 കമ്പ്യൂട്ടർ സാക്രിഫൈസ് ചെയ്താൽ മതി. അതിനാണ് കുറച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി ജപ്പാൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജപ്പാൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 കമ്പ്യൂട്ടർ, അതായത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെ വരും, 30/20 ആണ്. ജപ്പാൻ്റെ ഔട്ട്പുട്ട് എടുക്കുക 30/20, അപ്പോൾ 1.5 യൂണിറ്റ്സ് ഓഫ് വീറ്റ് ആണ് ജപ്പാൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 വീറ്റ് ആണെന്നുണ്ടെങ്കിലോ 0.67 കമ്പ്യൂട്ടേഴ്സ് ആണ്. 0.67 കമ്പ്യൂട്ടർ സാക്രിഫൈസ് ചെയ്താൽ 20/30 കേട്ടോ, സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ജപ്പാന് ഒരു യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ജപ്പാൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ വരുന്നത്. ഇനി നമുക്കിവിടെ രണ്ട് രാജ്യങ്ങളുടെയും രണ്ട് ഗുഡ്സിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് 2 യൂണിറ്റ് വീറ്റ് സാക്രിഫൈസ് ചെയ്യണം. എന്നാൽ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ 1.5 വീറ്റ് സാക്രിഫൈസ് ചെയ്താൽ മതി കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ജപ്പാൻ കമ്പ്യൂട്ടറിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, വീറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ
ഇന്ത്യക്ക് 0.5 കമ്പ്യൂട്ടർ സാക്രിഫൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ത്യ കുറച്ച്, അപ്പോൾ ജപ്പാൻ ആണെന്നുണ്ടെങ്കിൽ 0.67 കമ്പ്യൂട്ടർ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്ത്യക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0.5 വരുന്നുള്ളൂ വീടിൻ്റെ കാര്യത്തിൽ. ജപ്പാന് 0.67 വരുന്നുണ്ട്. അപ്പം ഇന്ത്യ വീട്ടിലും ഫോക്കസ് ചെയ്യുക, ജപ്പാന് കമ്പ്യൂട്ടറിലും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്താം, ഇന്റർനാഷണൽ ട്രേഡ് നടത്താമെന്നാണ് പറയുന്നത്. അപ്പം ബോത്ത് കൺട്രീസ്, അതായത് ഇതാണ് പറയുന്നത്, ജപ്പാൻ ഹാസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. ജപ്പാന് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്, ഇന്ത്യക്ക് വീട്ടിൻ്റെ കാര്യത്തിലാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ഇത് രണ്ടിനും ലോവർ ഓപ്പർച്യൂണിറ്റി, മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് വരുന്നത്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളും ബെനിഫിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഇന്ത്യ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ജപ്പാൻ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്താൽ രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യാം. ഓക്കെ, ജപ്പാൻ ആവശ്യമായ വീറ്റ് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് കൊടുക്കുക, ഇന്ത്യക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ ജപ്പാനിന് ഇറക്കുക ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയും കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് റൺ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ പറയുന്നതാണ് ഇതിൻ്റെ അസംഷൻസ്. ഏതാണ്ട് ഏകദേശം 11 അസംഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ദർ ആർ ഓൺലി 2 കൺട്രീസ് ആൻഡ് 2 ഗുഡ്സ്. രണ്ട് രാജ്യങ്ങളാണ് ഇത് ട്രേഡിൽ ഇൻവോൾവ് ആവുന്നത്, രണ്ട് ഗുഡ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ലേബർ ഈസ് ദ ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഒരേ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ലേബർ മാത്രമാണ്. ലേബർ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യമായാലും പിന്നെ വീടിൻ്റെ കാര്യം ലേബർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നൊരു അസംഷനാണ് കേട്ടോ. അടുത്തത് ലേബർ ഈസ് ഹോമോജീനിയസ്. ലേബർ ഹോമോജീനിയസ് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് ഹാവ് ഐഡന്റിക്കൽ സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി വിത്തിൻ എ കൺട്രി. അതായത് വർക്കേഴ്സിന് ഒരേ പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു വർക്കറും മറ്റൊരു വർക്കറെ അപേക്ഷിച്ച് കൂടുതൽ സ്കിൽഡ് അല്ല, എല്ലാവർക്കും ഒരേ പ്രൊഡക്ടിവിറ്റി ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അടുത്തത് ലേബർ ഈസ് ഫുള്ളി എംപ്ലോയിഡ്. അതായത് ഒരു ലേബർ പോലും എന്തായിട്ട് നിൽക്കുന്നില്ല, തൊഴിലില്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഇതൊരു അസംഷനാണ്. അടുത്ത ലേബർ ഈസ് പെർഫെക്റ്റ്ലി മൊബൈൽ വിത്തിൻ എ കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്. അതായത് രാജ്യത്തിനകത്ത് നിന്ന് ആ ലേബറിനെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് ഒക്കെ ഇതിൻ്റെ അസംഷൻസ് ആണ്. അടുത്ത അസംഷൻ എന്ന് പറയുന്നത് ടെക്നോളജി കോൺസ്റ്റൻ്റ് ആണ്, ഡിഫേഴ്സ് ബിറ്റ്വീൻ കൺട്രി. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, അതിൽ ഇൻക്രീസ് ഡിപ്ലീഷൻ ഒന്നും ഒബ്സോളസൻസ് ഒന്നും വരുന്നില്ല. ഇപ്പം രണ്ട് രാജ്യങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, എന്നാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത അസംഷൻ. അടുത്തത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ കോൺസ്റ്റൻ്റ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്, ഇപ്പോൾ വീറ്റായാലും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലായാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വന്നാലേ ഈ ഒരു സമ്പ്രദായം നടക്കത്തുള്ളൂ, ഈ ഒരു തിയറി വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം എന്നാലേ കോൺസ്റ്റൻ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തത് ദർ ആർ നോ ട്രാൻസ്പോർട്ട് കോസ്റ്റ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മാറ്റം വരും. അപ്പോൾ അതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അടുത്തത് ദർ ആർ നോ ടാരിഫ് ഇല്ല, കോട്ട ഇല്ല, എംബാർഗോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രേഡ് റെസ്ട്രിക്ഷനൊന്നുമില്ല. ജപ്പാൻ്റെ കാര്യത്തിലും ഇന്ത്യ കാര്യത്തിലും ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്കും ട്രേഡ് ചെയ്യാം. ഓർ അതർ ട്രേഡ് ബാരിയേഴ്സ്, അതായത് ഫ്രീ ട്രേഡാണ്. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ ട്രേഡ് ബാരിയേഴ്സ് ഒന്നുമില്ല എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. അടുത്തത് കൺട്രീസ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ദ ഗുഡ് ഇൻ വിച്ച് ദേ ഹാവ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ വീറ്റ് ആണല്ലോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഗുഡ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്, ഇന്ത്യ കമ്പ്യൂട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ തിയറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗുഡിൽ പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യണം. അടുത്തത് ട്രേഡ് ടേക്സ് പ്ലേസ് ത്രൂ ബാർട്ടർ. അതായത് ബാർട്ടറിലൂടെയാണ് ഈ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ഓർ ബാലൻസ്ഡ് ട്രേഡ് എന്നൊരു സമ്പ്രദായമാണ്. അതായത് എത്ര കമ്പ്യൂട്ടർ ഇന്ത്യ ജപ്പാനിൽ നിന്ന് ഇറക്കുകയും ചെയ്യുന്നു ആ അളവിൽ തിരിച്ച് വീറ്റ് അങ്ങോട്ട് കൊടുക്കണമെന്നൊരു ബാർട്ടർ. ഓക്കെ, അത് എക്സ്പോർട്ട്സ് പേ ഫോർ ഇമ്പോർട്ട്സ് എന്ന് പറയും. അപ്പം ഇത്രയും അസംഷൻസിൻ്റെ ബേസിലാണ് ഈ തിയറി റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ പ്രാധാന്യം നോക്കാം. ഓക്കെ, പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രാധാന്യം എക്സ്പ്ലെയിൻസ് വൈ ഇന്റർനാഷണൽ ട്രേഡ് ബെനിഫിറ്റ്സ് കൺട്രീസ് ഈവൻ വെൻ വൺ കൺട്രി ഈസ് മോർ എഫിഷ്യൻറ്റ് ഇൻ പ്രൊഡ്യൂസിങ് ഓൾ ഗുഡ്സ്. അതായത് ഒരു രാജ്യം, ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ വീറ്റിൻ്റെ കാര്യത്തിലായാലും കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലായാലും ജപ്പാനാണ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിലും എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രാജ്യങ്ങൾക്കും ഇന്റർനാഷണൽ ട്രേഡ് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഈ തിയറി കാണിക്കുന്നു. അടുത്ത എൻകറേജ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്. സ്പെഷ്യലൈസേഷൻ എൻകറേജ് ചെയ്യുകയും റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഫിഷ്യൻസി കൊണ്ടുവരികയും ചെയ്യുന്നു. അടുത്തത് ഇൻക്രീസസ് വേൾഡ് ഔട്ട്പുട്ട് ആൻഡ് കൺസംഷൻ. അതായത് വേൾഡ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഒരുപാട് ഔട്ട്പുട്ട് ഉൽപ്പന്നം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. ടോട്ടൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഒരു രാജ്യം ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് കൂടുതലായിട്ട് ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. വേൾഡിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയാണ്. അടുത്തത് ഫോംസ് ദ ബേസിസ് ഓഫ് ദ മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അതായത് ഇന്റർനാഷണൽ ട്രേഡിന്റെ ബേസിസ് ഫോം ചെയ്യുന്ന ഒരു തിയറിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.